ഹായ് സ്റ്റുഡൻസ്, SMNസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ SR. ഞാനിന്ന് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് നീറ്റ് പരീക്ഷകളിൽ സാധാരണ കണ്ടുവരുന്ന ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ കണക്റ്റഡ് ബോഡീസുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലങ്ങൾ എളുപ്പത്തിൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ്. ലോസ് ഓഫ് മോഷനിൽ നമ്മൾ കണക്റ്റഡ് ബോഡീസിൻ്റെ ആക്സിലറേഷൻ കണ്ടെത്തുന്ന പ്രോബ്ലമാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഏതാനും കണക്റ്റഡ് ബോഡികൾ ഞാൻ ഈ ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ കണക്റ്റഡ് ബോഡിയിലെ ബ്ലോക്കുകളുടെ പൊതുവായ ആക്സിലറേഷൻ എത്ര എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാനെടുത്ത പ്രോബ്ലങ്ങളുടെ പ്രത്യേകതകൾ ഞാൻ ആദ്യം വിശദീകരിക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ നമ്മൾ എവിടെയും ഫ്രിക്ഷൻ പരിഗണിക്കുന്നില്ല. വി അസ്യൂം ദാറ്റ് ദർ ഈസ് നോ ഫ്രിക്ഷൻ. രണ്ടാമതായി, ഉപയോഗിച്ചിരിക്കുന്ന പുള്ളികൾ മാസ്ലെസ് ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ദ പുള്ളി ഈസ് മാസ്ലെസ്. മൂന്നാമത്, ഈ സ്ട്രിങ്, ഇവയെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രിങ് മാസ്ലെസ് ആണ്, അതേപോലെ ഇൻഎക്സ്റ്റെൻസിബിൾ ആണ്. ദ സ്ട്രിങ് ഈസ് massless and inextensible. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്രിക്ഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഇവിടെ പരിഗണിക്കേണ്ടതില്ല. പുള്ളി മാസ്ലെസ് ആണ്, അതുകൊണ്ട് പുള്ളിയെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ഫോഴ്സ് പരിഗണിക്കേണ്ടതില്ല. ഇനി ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രിങ് മാസ്ലെസ് ആൻഡ് ഇൻഎക്സ്റ്റെൻസിബിൾ ആണ്. സ്ട്രിങ് മാസ്ലെസ് ആണെങ്കിൽ ടെൻഷൻ വിൽ ബി യൂണിഫോം ത്രൂ ഔട്ട്. എല്ലായിടത്തും ആ സ്ട്രിങ്ങിൽ ഒരേ ടെൻഷൻ ആയിരിക്കും. ഇൻഎക്സ്റ്റെൻസിബിൾ ആയതുകൊണ്ട് ആ സ്ട്രിങ്ങിൻ്റെ വശങ്ങളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മാസുകൾക്ക് ഒരേ തരത്തിലുള്ള മൂവ്മെൻ്റ് ആണ്, അതായത് ഒരേ ആക്സിലറേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ബ്ലോക്കുകളുടെ ആക്സിലറേഷൻ കോമൺ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചോദ്യം സാധാരണ നമ്മൾ ചെയ്യുന്നത് ഓരോ ബ്ലോക്കുകളുടെയും പ്രത്യേകം അവയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ വരച്ച് കാണിച്ച ശേഷം ഓരോ ബോഡിയുടെയും ഫ്രീ ബോഡി ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിൻ്റെ ഇക്വേഷൻസ് എഴുതുന്നു. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കോമൺ ആക്സിലറേഷൻ കണ്ടെത്തുന്നത്. ആദ്യം ഞാൻ ആ രീതിയിൽ തന്നെ പോകാം. അതിന് ഏതെങ്കിലും ഒരു ചിത്രത്തിൽ ഏതെങ്കിലും ഒരു കണക്റ്റഡ് ബോഡി സിസ്റ്റം നമ്മൾ ആ രീതിയിൽ വിശദീകരിക്കുന്നു. പിന്നീട് മറ്റുള്ള കണക്റ്റഡ് ബോഡി സിസ്റ്റത്തിലേക്ക് സിമ്പിളായി ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഇല്ലാതെ കോമൺ ആക്സിലറേഷൻ എങ്ങനെ കണ്ടെത്താം എന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ഈ രണ്ടാമത്തെ ചിത്രം നോക്കൂ. M1 ഈസ് ഗ്രേറ്റർ ദാൻ M2. വാട്ട് വിൽ ബി ദ കോമൺ ആക്സിലറേഷൻ ഓഫ് ഈച്ച് ഓഫ് ദ ബ്ലോക്ക്? ഇവിടെ M1 എന്ന ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, M1ൻ്റെ വെയിറ്റ് M1G ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് ദ സ്ട്രിങ് ഓഫേഴ്സ് എ ടെൻഷൻ T ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, റൈറ്റ്? M2ൽ M2G, the weight of second block is acting downward and the tension T acting upward. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആയതിനാൽ രണ്ട് വശത്തും ഒരേ ടെൻഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇനി സാധാരണ സോൾവ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ബ്ലോക്കിന് വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഇക്വേഷൻ, M1 ഗ്രേറ്റർ ദാൻ M2 ആണെങ്കിൽ നമുക്കറിയാം M1 എന്ന ബ്ലോക്ക് താഴേക്കാണ് വരുന്നത്. അതുകൊണ്ട് M1 എന്ന ബ്ലോക്കിൻ്റെ ഇക്വേഷൻ ഏതാ പറയൂ? M1G minus T equal to M1A, right? M1G minus T equal to M1A. രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ ഇക്വേഷനോ, രണ്ടാമത്തെ ബ്ലോക്ക് മുകളിലേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു റൈറ്റ് T minus M2G equal to M2A. T minus M2G equal to M2A. We wanted to find acceleration. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. All you need is to add equation number 1 and 2, right? So we will cancel this T. This is M1G minus M2G equal to M1A plus M2A. Simplify ചെയ്യാം. M1 minus M2 into G is equal to M1 plus M2 into A. Therefore, what is the common acceleration? A equal to M1 minus M2 into G by M1 plus M2. ഇങ്ങനെയാണ് സാധാരണയായി നമ്മൾ ഈ കണക്റ്റഡ് ബോഡിയുടെ ആക്സിലറേഷൻ കണ്ടെത്തുന്നത്. എന്നാൽ
ഈ സ്റ്റെപ്പുകൾ എഴുതാതെ തന്നെ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് ഈ ബോഡിയുടെ ഈ കണക്റ്റഡ് സിസ്റ്റത്തിൻ്റെ കോമൺ ആക്സിലറേഷൻ കണ്ടെത്താം. എങ്ങനെ? നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആണ്. എല്ലാവർക്കും അറിയാം സെക്കൻഡ് ലോ, ഫോഴ്സ് ഈസ് മാസ് ടൈംസ് ആക്സിലറേഷൻ. ഞാനിവിടെ എഴുതാം F ഈക്വൽ ടു ma. ഈ സമവാക്യം ഒരു കണക്റ്റഡ് ബോഡിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഈ F എന്ന് പറയുന്നത് പരിഗണിച്ചിരിക്കുന്ന സിസ്റ്റത്തിലെ നെറ്റ് ഫോഴ്സ് എന്നാണ് ഞാൻ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. M എന്നത് ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസാണ്. A എന്നത് ആ സിസ്റ്റത്തിലെ ഓരോ ബ്ലോക്കിൻ്റെയും കോമൺ ആയിട്ടുള്ള ആക്സിലറേഷനാണ്. അങ്ങനെയെങ്കിൽ ഈ സമവാക്യത്തിനെ എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാം നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു total mass into common acceleration. Therefore, common acceleration is net force by total mass. ചിത്രങ്ങളിൽ നിന്ന് നേരിട്ട് കോമൺ ആക്സിലറേഷൻ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം കോമൺ ആക്സിലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. എങ്ങനെയാണെന്നല്ലേ? ശ്രദ്ധിക്കൂ. ഈ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഞാൻ സ്ട്രിങ്ങും ഈ രണ്ട് മാസസും ഉൾപ്പെടുന്ന ഈ പോർഷനാണ് സിസ്റ്റമായി പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റത്തിലെ അൺബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ M1-ൽ M1G, M2 എന്ന ബ്ലോക്കിൽ M2G. മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഇൻ ദ സ്ട്രിങ്? നൂലിൻ്റെ ഒരു വശം 10 ന്യൂട്ടണിൽ താഴേക്ക് പിടിച്ചു വലിക്കുന്നു എന്ന് കരുതുക. പുള്ളിയിലൂടെ കടന്നുപോയ മറ്റേ ഭാഗത്ത് 8 ന്യൂട്ടണിലാണ് വലിച്ചതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിങ്ങിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയാണ്? ഒരു വശത്ത് 10, മറുവശത്ത് 8. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിങ്ങിലെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 10 - 8, ദാറ്റ് ഷുഡ് ബി 2 ന്യൂട്ടൺ, റൈറ്റ്? അതേപോലെ ഈ പുള്ളിയുടെ ഇങ്ങേ അറ്റത്തായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത് M1G, സ്ട്രിങ്ങിൽ മറുവശത്ത് M2G. അതുകൊണ്ട് എത്രയാണ് നെറ്റ് ഫോഴ്സ്? M1G - M2G, റൈറ്റ്? അതുകൊണ്ട് ആക്സിലറേഷൻ, കോമൺ ആക്സിലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ് ഇൻ ദ സ്ട്രിങ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് ആണ്. സ്ട്രിങ്ങിലെ നെറ്റ് ഫോഴ്സ് ഈ ചോദ്യത്തിൽ എത്രയാണ്? M1G - M2G. M1 - M2 into G എന്ന് പറയാം, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. വാട്ട് ഈസ് ദ ടോട്ടൽ മാസ്? M1 + M2. M1 + M2. ആൻഡ് ദിസ് ഈസ് ദ കോമൺ ആക്സിലറേഷൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് കോമൺ ആക്സിലറേഷനിലേക്ക് എത്താൻ കഴിയും. മറ്റ് ചിത്രങ്ങൾ കൂടെ പരിശോധിക്കാം. ഒന്നാമത്തെ ചിത്രം നോക്കൂ. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എടുത്തിരിക്കുന്ന സിസ്റ്റം. ഈ സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് F മാത്രമാണ്. സിസ്റ്റത്തിലെ ടോട്ടൽ മാസ് M1 + M2 ആണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു F എന്ന ഫോഴ്സ് കൊടുത്താൽ M1-ഉം M2-ഉം ഒരേ ആക്സിലറേഷനോട് കൂടി മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആൻഡ് ദാറ്റ് കോമൺ ആക്സിലറേഷൻ ഈസ് അഗെയിൻ നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്, ആൻഡ് ദാറ്റ് ഈസ് F divided by M1 plus M2. Okay. Look into third figure. ഈ ചിത്രത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ കൂടെ മാർക്ക് ചെയ്യാം. M1-ൽ weight M1G, the string offers a tension T, and we assume that this block M1 is falling down with an acceleration A. അപ്പോൾ M2 ഫോർവേഡ് ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു. എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ? ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടി, മൂന്നാമത്തെ ചിത്രത്തിലെ ആക്സിലറേഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ കോമൺ ആക്സിലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. എത്രയാണ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ്? M1G സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്നു. പക്ഷേ M2G എന്ന ഫോഴ്സ് സ്ട്രിങ്ങിലല്ല ആക്ട് ചെയ്യുന്നത്. M2G ഈസ് ആക്ടിങ് ഓൺ ദ ടേബിൾ ആൻഡ് ദിസ് M2G ഈസ് ബാലൻസ്ഡ് ബൈ ദ നോർമൽ റിയാക്ഷൻ N. അതുകൊണ്ട് ഈ സ്ട്രിങ്ങിലുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആര് മാത്രമേ ഉള്ളൂ? M1G മാത്രമേ ഉള്ളൂ. സോ വാട്ട് വിൽ ബി ദ കോമൺ ആക്സിലറേഷൻ? ദ കോമൺ ആക്സിലറേഷൻ ഈസ് M1G divided by M1 plus M2. മനസ്സിലാവുന്നുണ്ടോ? നാലാമത്തെ ചിത്രത്തിലെ ബ്ലോക്കുകളുടെ ആക്സിലറേഷൻ കണ്ടെത്തൂ. അവയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ മാർക്ക് ചെയ്യാം. M1G, this is tension T. We assume that the block M1 is sliding down, so this block M2 will be moving upwards, moving up the incline. Okay. ഇവിടെ
M2 എന്ന ബ്ലോക്ക് അതിൻ്റെ വെയിറ്റ് M2g ആണ്. ആ M2g റിസോൾവ് ചെയ്യുമ്പോൾ M2g കോസ് ബീറ്റ, ദിസ് കോമ്പണൻറ്റ് ഈസ് M2g സൈൻ ബീറ്റ. അപ്പോൾ ഈ വെയിറ്റിൻ്റെ ഒരു കോമ്പോണൻറ്റ് ടേബിളിലാണ് ആക്ട് ചെയ്യുന്നത്, ഒരു കോമ്പോണൻറ്റ് അതായത് M2g സൈൻ ബീറ്റ എന്ന കോമ്പോണൻറ്റ് മാത്രമാണ് സ്ട്രിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ പറയൂ, എന്താണ് കോമൺ ആക്സിലറേഷൻ? കോമൺ ആക്സിലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഈ ചിത്രത്തിൽ സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണ്? നോക്കൂ, ഈ വശത്ത് M1g ഉണ്ട്, ഈ വശത്ത് M2g സൈൻ ബീറ്റ ഉണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ M1g മൈനസ് M2g സൈൻ ബീറ്റ. Therefore, common acceleration is m1 minus m2 sin beta into g divided by m1 plus m2. ഇനി അവസാന ചിത്രത്തിലെ ബ്ലോക്കുകളുടെ ആക്സിലറേഷനും കൂടെ കണ്ടെത്താം. ഈ ചിത്രത്തിൽ ആക്സിലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ് ഇൻ ദ സ്ട്രിങ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് കൊടുക്കുമ്പോൾ സ്ട്രിങ്ങിൻ്റെ വലതുവശത്ത് M1g സൈൻ ആൽഫ, സ്ട്രിങ്ങിന് ഇടതുവശത്ത് സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് M2g സൈൻ ബീറ്റ. കാരണം M2വിൻ്റെ M2g കോസ് ആൽഫ എന്ന കോമ്പോണൻറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ ഇറ്റ്സ് നോർമൽ റിയാക്ഷൻ. അതേപോലെ M1g കോസ് ആൽഫ എന്ന ഈ കോമ്പോണൻറ്റ് ബാലൻസ്ഡ് ബൈ ദ നോർമൽ റിയാക്ഷൻ. Therefore, while writing the acceleration, what is the net force in the string? M1g sin alpha minus M2g sin beta. What is the total mass? M1 plus M2. So the common acceleration is, parayu, M1 sin alpha minus M2 sin beta into g, which is the net force divided by total mass M1 plus M2. Okay? അപ്പോൾ സിമ്പിൾ കണക്റ്റഡ് ബോഡീസിൽ അവരുടെ ആക്സിലറേഷൻ കാണാൻ വേണ്ടി നമ്മൾ വിശദീകരിച്ച പോലെ we have to use the equation common acceleration equal to net force divided by total mass. ഇത്തരം ചിത്രങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.